രേണു എങ്ങനെയെങ്കിലും പ്രശ്നം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ച് സ്വാതി തന്റെ മനസ്സിൽ തോന്നിയ ഉപായം ആലോചിക്കുന്നു. തന്റെ സഹോദരിക്ക് വേണ്ടി കൊണ്ടുവന്ന സാരി അവളെ കിട്ടാതിരിക്കാൻ തീരുമാനിച്ചു. ഇനി മനോജിന്റെ സഹോദരി എത്തി. പക്ഷേ സ്വാതി വാതിൽ തുറക്കുന്നു. അവളെ കണ്ടു മനോജ് അത്ഭുതപ്പെടുന്നു. കാരണം രേണുവിനായി മനോജ് കൊണ്ടുവന്ന സാരി സ്വാതി തന്റെ സ്വാർത്ഥത കൊണ്ട് ധരിച്ചിരിക്കുന്നു. എന്താ നീ സാരി ധരിച്ചിരിക്കുന്നു? ഈ സാരി എന്തായാലും വളരെ മനോഹരമാണ് അല്ലേ? അത് അല്ല സഹോദരി എന്ന് മനസ്സിൽ പറഞ്ഞു. ഇപ്പോൾ ഞാൻ സാരി സഹോദരിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ സ്വാതി ധരിച്ചതിനാൽ സഹോദരി ദുഃഖിതയാകൂ. പറയാതിരിക്കുന്നത് തന്നെ നല്ലത്. അന്ന് ചിന്തിച്ച് ഒന്നുമില്ല സഹോദരി, നീ ഇങ്ങോട്ട് വന്ന് ഇരിക്കൂ. നീ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നു അല്ലേ? പരവായില്ല അണ്ണൻ, നീ ഇങ്ങനെ ഇരിക്കൂ, ഞാൻ രാഖി കെട്ടും. വധു, നിങ്ങളെയും അണ്ണന്റെ പക്കൽ ഇരിക്കൂ. ഞാൻ എന്തിനാണ് അമ്മ? നിങ്ങളുടെ അണ്ണൻ ഉണ്ടെങ്കിൽ മതി അല്ലേ? നിങ്ങളുടെ അണ്ണൻ കെട്ടാൻ മതി. സഹോദരി എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അവളുടെ കാര്യം അറിയാം അല്ലേ? നീ കെട്ടു രേണുക. അണ്ണൻ വളരെ സന്തോഷത്തോടെ രാഖി കെട്ടും. എന്നെ ക്ഷമിക്കൂ സഹോദരി, ഈ വർഷം ഞാൻ നിനക്ക് സാരി വാങ്ങാൻ കഴിഞ്ഞില്ല. ഈ കുറച്ച് പണം മാത്രമേ നൽകാൻ കഴിയൂ. അതൊന്നും പരവായില്ല അണ്ണൻ, ഞാൻ സാരിയുടെ പണം പ്രതീക്ഷിച്ചു വന്നല്ല. ഇന്ന് രാഖി പർവമാണ്. എനിക്ക് ഉള്ളത് നീയല്ലേ അണ്ണൻ. നമ്മുടെ ബന്ധം എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് സന്തോഷത്തോടെ രാഖി കെട്ടുന്നു. ഈ പണം വേണ്ട അണ്ണൻ, നിന്റെ പക്കൽ തന്നെ വെച്ചോളൂ. ചെലവുകൾക്ക് ഉപകാരപ്പെടും. ഇനി ഞാൻ വീട്ടിലേക്ക് പോകുന്നു അണ്ണൻ. എന്താണ് സഹോദരി, ഇപ്പോ തന്നെ പോകുന്നു? കുറച്ചു നേരം കാത്തിരിക്കുക. ദിനേശ് പോകട്ടെ, പിന്നെ സ്വാതി കുളിർക്കാം. ഹാ, പോകൂ പോകൂ, വീണ്ടും വൈകും. സ്വാതി, നീ വായ അടച്ചിരിക്കുന്നു. ഞാൻ എന്തിന് വായ അടച്ചിരിക്കണം? അവളെ പരിഹസിച്ച് സഹോദരി പറയുന്നു. അവളുടെ വാക്കുകൾ ഒന്നും ശ്രദ്ധിക്കരുത്. വീട്ടിലേക്ക് വരൂ. അവൾ പോകട്ടെ, പ്രശ്നമില്ല അണ്ണൻ. വീണ്ടും വൈകിയാൽ വീട്ടിൽ അമ്മാവി അവർ ശപിക്കും. പ്രശ്നമില്ല, ഞാൻ ബസ് സ്റ്റാൻഡിൽ വരെ ഇറങ്ങാം. അവൻ ശരി അയ്യാ എന്ന് പറഞ്ഞ് മനോജ് രേണുകയെ ബസ് സ്റ്റാൻഡിൽ വരെ കൊണ്ടുപോകുന്നു. എന്നെ ക്ഷമിക്കൂ സഹോദരി, എന്റെ കാരണം നീ വിഷമിക്കേണ്ടി വന്നു. എനിക്ക് വിഷമമൊന്നുമില്ല അണ്ണ. നീയും വധുവും സന്തോഷത്തോടെ ഇരിക്കുന്നു, അത് മതി. അമ്മയെയും അച്ഛനെയും നന്നായി നോക്കിക്കോ. എന്തോ സഹോദരി, നിന്റെ വധുവിന് നമ്മുടെ അമ്മയെയും അച്ഛനെയും കുറിച്ച് ഒന്നും തോന്നുന്നില്ല. അവൾ വേറെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നെ പിഴുതെറിയുന്നു. അയ്യോ അതെ, അങ്ങനെ അണ്ണ. എന്തോ സഹോദരി, മനസ്സിലാകുന്നില്ല. ബോധിപ്പിക്കണം. ഇനി നീ പോകൂ. ശരി അണ്ണാ, നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് രേണുക ബസ്സിലേക്ക് പോകുന്നു. ഇനി മനോജ് വീട്ടിലേക്ക് പോകുന്നു. കോപത്തോടെ സ്വാതിയെ, സ്വാതി, സ്വാതി, നിനക്ക് ഇത്രയും ഉണ്ടെന്ന് ഒരിക്കലും കരുതിയില്ല. എന്റെ സഹോദരിക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വാങ്ങിയ സാരി ധരിച്ച് നീ എന്നെയും എന്റെ സഹോദരിയെയും വേദനിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ സഹോദരിയെ വേദനിപ്പിച്ചിട്ടില്ല. എനിക്ക് ആ സാരി വളരെ ഇഷ്ടമായി. ധരിച്ചത് മാത്രമാണ്. നിങ്ങൾ 2 സാരികൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരിക്കില്ലല്ലോ. രാഖി പർവം ഞാൻ സാരി വാങ്ങി ഒരു സഹോദരനായി. നിനക്ക് സഹോദരന്മാർ ഉണ്ടല്ലോ, പിന്നെ അവർക്കു രാഖി കെട്ടാൻ എന്തുകൊണ്ട് പോയില്ലെന്ന് അറിയാമല്ലോ. പിന്നെ എന്തിനു ചോദിക്കുന്നു? അവർ തന്നെ എന്നോട് ശരിയായി സംസാരിക്കാറില്ല. നീ ശരിയായി ഇരുന്നാൽ നിന്റെ സഹോദരങ്ങളും ശരിയായി ഇരിക്കും. ഒരിക്കലും നീ അവരെ സ്നേഹത്തോടെ നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നിന്നെ ആരും നോക്കാത്തത്. പക്ഷേ ഞാൻ അങ്ങനെ അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അതിനെ വളരെ ഇഷ്ടപ്പെടും. എന്റെ സഹോദരിയുമായി സംസാരിക്കാതെ അല്ലെങ്കിൽ കാണാതെ ഞാൻ ഒരു ദിവസവും കഴിയാൻ കഴിയില്ല. ഈ ബന്ധത്തിന്റെ വില നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ് മനോജ് ദുഃഖത്തോടെ പോകുന്നു. പക്ഷേ സ്വാതി കോപത്തോടെ തുളുമ്പുന്നു. എത്ര വാക്കുകൾ പറയുന്നുവെന്ന് നോക്കൂ. നിങ്ങളുടെ സഹോദര സഹോദരി ബന്ധം ഇങ്ങനെ എത്ര കാലം തുടരും എന്ന് ഞാൻ കാണും. എന്നെ വെല്ലുവിളിച്ചല്ലോ. ഇനി ഇരുവരെയും ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് സ്വാതി തന്റെ മനസ്സിൽ ആലോചിക്കുന്നു. അങ്ങനെ ആ ദിവസം അവസാനിക്കുന്നു. സ്വാതി വീട്ടിലുള്ളവരെ തന്റെ വാക്കുകളാൽ വേദനിപ്പിക്കുകയാണ്. മനോജ് വളരെ ബുദ്ധിമുട്ടിലാണ്. ഒരു ദിവസം അപ്രതീക്ഷിതമായി സ്വാതി എന്നോട് കേൾക്കൂ, എനിക്ക് ഇവിടെ തുടരാൻ ഇഷ്ടമില്ല. നമുക്ക് വേറെ വീട്ടിൽ താമസിക്കാം. എല്ലാവരോടും കൂടെ താമസിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇപ്പോൾ വീണ്ടും പുതിയ സ്ഥലമോ എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ ഇത്രയും എനിക്ക് ഇവിടെ മനസ്സമാധാനം ഇല്ല. പകൽ മുഴുവൻ പിച്ച് ഓരോ ദിവസവും വേഗത്തിൽ പോകാൻ കഴിയുന്നില്ല. നീ നിന്റെ ദുഷ്ടബുദ്ധിയോടെ നോക്കുന്നത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. അതെല്ലാം എനിക്ക് അറിയില്ല. നമുക്ക് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും.
നിന്റെ വീട്ടിലും നിൽക്കാൻ കഴിയില്ല. അവിടെ പോയി എന്തു ചെയ്യും? വിലയില്ലാത്ത വീട്ടിൽ ഉണ്ടായേക്കാം, പക്ഷേ വീട്ടിൽ മാത്രം നിൽക്കില്ല. ശരി, എന്റെ സഹോദരിയുടെ കുടുംബം പട്ടണത്തിൽ താമസിക്കുന്നു. നമുക്കും അവിടെ പോകാം. എന്തുകൊണ്ട്? മിച്ചേലി സാറിനെ കാണാൻ ഞാൻ ദിവസവും പോകാൻ. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സഹോദരിയുടെ കുടുംബം അവിടെ തന്നെ താമസിക്കുന്നു, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും എന്ന് പറഞ്ഞു. അത്രമാത്രം. ഇത് എല്ലാം കേൾക്കുന്ന കനകയ്യ, അതെന്താണ്? നിന്റെ അമ്മയെ വിട്ട് നീ എന്നെ വിട്ടുപോകുമോ? അല്ലെങ്കിൽ ഞങ്ങൾ ഈ വൃദ്ധ ജീവനെ പിടിച്ച് ഇവിടെ തന്നെ നിൽക്കില്ല. എന്താണ് അമ്മ? സ്വാതി കുറച്ച് മാന്യമായി സംസാരിക്കൂ. നിനക്ക് എന്താണ്? നിന്റെ ഭാര്യ എത്ര വാക്കുകൾ പറയുന്നുവോ, പക്ഷേ നീ മൗനമായി ഇരിക്കുന്നു. നമ്മുടെ മകന്റെ ഉത്തരവാദിത്തത്തിന്റെ വില ഇതാണോ? മനോജ് ആശങ്കയോടെ എന്ത് പറയണമെന്ന് അറിയാതെ, അച്ഛാ, അത് ഇനി മതി, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് കനകയ്യ ദുഃഖത്തോടെ പോകുന്നു. എന്താ, ഞാൻ പോയി വസ്ത്രങ്ങൾ ക്രമീകരിക്കുകയാണ് എന്ന് പറഞ്ഞ് സ്വാതിയും പോകുന്നു. പിന്നെ മനോജ് തന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു: ചീന ജീവിതം ഇങ്ങനെ ഇതോടെ വേഗം പിടിക്കാനാവാതെ, അച്ഛനോട് ഉത്തരം പറയാനാവാതെ ഞാൻ ചെയ്യുന്നത്, ഇനി ഗ്രാമത്തിലേക്ക് പോയാൽ എന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും ഇല്ലാതാകും. അതിനെ തടയാൻ എനിക്ക് കഴിയില്ല. ഇനി സഹിക്കാനല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മരിച്ച പോലെ സ്വാതിയുടെ വാക്കുകൾ കേൾക്കണം. അന്ന് മനോജ് നിരാശനായി. ഇനി ചെയ്യാൻ ഒന്നുമില്ലെന്ന് കരുതി അങ്ങനെ വൈകുന്നേരം ആയി. എല്ലാവരും കൂടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു. നാം നാളെ രാവിലെ തന്നെ പോകുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. ശരി ബില്ലി, വായിക്കുക. വീണ്ടും എനിക്ക് എന്തിനു പറയണം? പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാതെ എങ്ങനെ പോകും? ശരി എന്ന് പറഞ്ഞ് കനകയ്യ ചിരാഗപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ, വാ, ഞാൻ തയ്യാറാണ്. നമുക്ക് പോയാകാം. ശരി അമ്മ, അച്ഛൻ, നാം പോകുന്നു. നല്ലതാണ്, പോകൂ. സ്വാതി മാത്രമല്ല, വളരെ സന്തോഷവതിയാണ്. കാരണം മുതിർന്നവരുടെ തർക്കം ആ ദിവസത്തോടെ അവസാനിച്ചു. പിന്നെ വൈകുന്നേരം വരെ സ്വാതിയും മനോജും രേണുകയുടെ വീട്ടിൽ എത്തുന്നു. അണ്ണൻ, വധു, വരൂ. യാത്ര നല്ലതായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ ഇവിടെ എത്തി. ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ എന്റെ എല്ലാ ക്ഷീണവും മാറി. അയ്യോ, വന്നതു മുതൽ തുടങ്ങിയോ എന്ന് സ്വാതി മനസ്സിൽ കരുതുന്നു. യാത്ര നല്ലതായിരുന്നു. സഹോദരിയും ഭർത്താവും കാണുന്നില്ല. എന്താണ് കാര്യം? അദ്ദേഹം ഇനിയും വന്നിട്ടില്ല. അണ്ണൻ കുറച്ച് സമയത്തിനുള്ളിൽ എത്തും. അതെ, സഹോദരിയുടെ വീട് വളരെ ചെറുതാണ്, അല്ലേ? എങ്ങനെയുണ്ട് അവിടെ? എനിക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ വർഷങ്ങൾ കടന്നുപോകും. അത് വളരെ നല്ലതാണ്. ഭർത്താവിനൊപ്പം സന്തോഷം അനുഭവിക്കുന്നതിൽ മറ്റൊരു സന്തോഷം ഇല്ലല്ലോ, അല്ലേ വധുവേ? എന്ന് രേണുക മനോഹരമായി മറുപടി നൽകുന്നു. പക്ഷേ സ്വാതിക്ക് കോപം വരുന്നു. അതെ, ഇളയ സഹോദരിക്ക് അത് പെട്ടെന്ന് കിട്ടും. കൊച്ചു ഹനിയ പകൽ നേരത്തെ ഉറങ്ങാൻ പോകുന്നു. ഇങ്ങനെ എല്ലാവരും സംസാരിക്കുമ്പോൾ ലോകരമൺ വീട്ടിലേക്ക് വരുന്നു. രാത്രി മനോജ്, നീ വന്നത്. ചെറുത്തിയും വന്നിട്ടുണ്ട്. വീട്ടിൽ എല്ലാം കുലസേന. ഇന്നു രാവിലെ ബാവ, എല്ലാവരും സുഖമാണോ? നിങ്ങൾ എങ്ങനെയുണ്ട് അണ്ണൻ? എനിക്ക് എന്താണ്? അമ്മേ, ഞാൻ സുഖമാണു അണ്ണൻ. അവർ വരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം കൂടി. നിങ്ങൾ വൈകി വന്നത് എന്തിനാണ്? നമ്മുടെ ഗ്രാമത്തിലെ ആളുകൾ കൂടുതൽ ജോലി ചെയ്യിച്ചു, അതുകൊണ്ട് വൈകി. പരവായില്ല ചെറുത്തി, ബാവ ക്ഷീണിച്ചു വന്നല്ലോ. ബുദ്ധിമുട്ടിക്കുന്നത് നല്ല കാര്യമല്ല. അങ്ങനെ അണ്ണൻ എന്താണ്? നിങ്ങൾ കുളിച്ച് വരൂ. നാം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാം. അങ്ങനെ അപ്പോൾ ആ രാത്രി എല്ലാവരും കൂടി തൃപ്തിയായി ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ, ബാവ, നിനക്കൊപ്പമൊന്ന് സംസാരിക്കണം. മനോജ്, ഞങ്ങൾ ഇവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ജോലി നോക്കൂ ബാവ. എന്താണ് ഇവിടെ എന്റെ ഗ്രാമത്തിൽ സംഭവിച്ചോ? സ്വാതിക്ക് ഗ്രാമത്തിൽ ഒന്നും ഇഷ്ടമായില്ല ബാവ. അതുപോലെ ഗ്രാമത്തിൽ വരുമാനവും ശരിയായില്ല. അവോ ശരി, നിനക്കായി ഒരു നല്ല ജോലി കണ്ടെത്തി തരാം. അതുപോലെ ബാവ, പട്ടണത്തിൽ മനോജിന്റെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകുന്നുവെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.